വാഴക്കോട് പെട്രോൾ പമ്പിലുണ്ടായ വൻ അഗ്നിബാധ പരിഭ്രാന്തി സൃഷ്ടിച്ചു. ഇന്ന് രാവിലെ 10 മണിയോടെയാണ് സംഭവം. പമ്പിൽ താൽക്കാലികമായി പെട്രോൾ സൂക്ഷിക്കുന്ന ടാങ്കിന്റെ വാൽവിലുണ്ടായിരുന്ന ചെറിയ ലീക്ക് മൂലം ഉറവ വെള്ളത്തിലൂടെ പടർന്ന പെട്രോളിന് റോഡിൽ നിന്നാണ് തീ പടർന്നതെന്നാണ് പമ്പ് ജീവനക്കാർ ഫയർഫോഴ്സിന് നൽകിയ വിവരം. തീ ആളിപ്പടർന്നതോടെ ജീവനക്കാരും നാട്ടുകാരും പരിഭ്രാന്തിയിലായി. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ ഏറെ നേരം ഗതാഗതം തടസ്സപ്പെട്ടു. വടക്കാഞ്ചേരിയിൽ നിന്നെത്തിയ അഗ്നിശമന സേന ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് 11:30 തീയണച്ചു. ഒഴിവായത് വൻ ദുരന്തമാണെന്ന് അഗ്നിശമന സേന ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഒരു ഇരുചക്ര വാഹനം ഉൾപ്പെടെ പ്ലാസ്റ്റിക് ടാങ്കും പുൽത്തകിടിയും കത്തി നശിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. പോലീസിന്റെയും അഗ്നിശമന സേനയുടെയും നിർദ്ദേശത്തെ തുടർന്ന് പമ്പിന്റെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ചു. തുടർ ദിവസങ്ങളിലെ കർശനമായ സുരക്ഷാ പരിശോധനയ്ക്ക് ശേഷമേ ഇനി പമ്പ് തുറന്ന് പ്രവർത്തിക്കുകയുള്ളൂ. പ്രദേശവാസികളും പമ്പ് ജീവനക്കാരുമായി ഏറെ നേരം വാക്കേറ്റമുണ്ടായി. വടക്കാഞ്ചേരി പോലീസും കേസ് എടുത്തിട്ടുണ്ട്. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസറുടെ വാക്കുകളിലേക്ക്. ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഫയറായിരുന്നു. അതായത് ഇവിടെ ഇന്നലെ ടാങ്കിൽ വെള്ളം കയറിയതുകൊണ്ട് ടാങ്കിൽ നിന്നുള്ള വേസ്റ്റ്, അതായത് പെട്രോൾ ടാങ്കിൽ ഉണ്ടായിരുന്ന വെള്ളം നിറഞ്ഞ് ആ വെള്ളത്തിൻ്റെ വേസ്റ്റും പെട്രോളിൻ്റെ വേസ്റ്റോടെ കൂടി ഒരു വേസ്റ്റ് ടാങ്കിൽ ഫില്ല് ചെയ്തായിരുന്നു. ഇന്നലെ തന്നെ ഫില്ല് ചെയ്തായിരുന്നു. അതിൽ നിന്ന് ഓവർഫ്ലോ വന്നതാണ് സംഭവം ഉണ്ടായത്. ഓവർഫ്ലോ വന്ന് റോഡിലേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു. ആ ഒഴുകി അവിടെ റോഡിലവിടെ എന്തോ ഫയറിനായിരുന്നു, എന്തോ വേസ്റ്റ് കത്തിക്കോ അത് എന്തോ വീടിക്കുറ്റി വീടെന്തോ ചെയ്തിട്ടുണ്ട്. അന്ന സംഭവം നമുക്കറിയില്ല. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് ഫയർ വന്നു പമ്പിൻ്റെ ഇവിടെ കയറിയ സമയത്ത് തന്നെ അവർ എക്സ്റ്റിംഗ്വിഷർ ഉപയോഗിച്ച് കടത്താൻ ശ്രമിച്ചിരുന്നു. അപ്പോഴത്തേനും പെട്രോൾ പെട്രോൾ കയറി പിടിച്ചു. അങ്ങനെ ഞങ്ങൾ വടക്കാഞ്ചേരിയിൽ 2 യൂണിറ്റ് അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ കെ മധുസാറിനെ നേതൃത്വത്തിൽ 2 യൂണിറ്റ് എത്തി തീ അണച്ചു. വേറെ